അയ്യോ നിത്യ, എനിക്കൊരു കോഫി വേണം. താൻ കേട്ടില്ലേ? എനിക്കൊരു കോഫി വേണം. ശരാ, ഒരു കോഫി കിട്ടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മേ, അയ്യോ അമ്മേ, ദേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതരുത്. ഓഹോ, അമ്മ അതൊന്നും നിർത്തുന്നുണ്ടോ? നിത്യ, താനൊന്ന് പുറത്തേക്ക് വന്നേ. അയ്യോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശരവണ, കോഫി ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും വേണ്ട. എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്ന? ഭർത്താവ് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഭാര്യ മിണ്ടാതിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് 2-3 ദിവസമായ ഭാര്യ. ആ ന്യായം മനസ്സിൽ വരുമ്പോൾ അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം ആലോചിച്ചാൽ മതി. അപ്പം അതങ്ങ് മാറിക്കിട്ടും. എന്നാലും എനിക്കെന്തോ. ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനമ്മമാര് മക്കളുടെ നേരെ വടിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഒരു ചെറിയ തെറ്റുപോലും തൻ്റെ മക്കളുടെ ഭാഗത്തു നിന്ന് വരരുത് എന്നുള്ള താല്പര്യം കൊണ്ടാണ്. നിങ്ങൾക്ക് മുൻപോട്ട് ഒരുപാട് ജീവിക്കാനുണ്ട്. തിരുത്താനുള്ളത് തുടക്കത്തിലെ തിരുത്തി തന്നെ പോണം. മനസ്സിലായോ മോൾക്ക്? ശരവണ, ശരവണ, കടവുളെ, എന്തെങ്കിലും ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ലേ അവർ എന്നെ കൊല്ലും. പറഞ്ഞാ മാഡം എന്നെ കൊല്ലും. പാക്ക വേണ്ട, അതാ നല്ലത്. എന്നാ വിധിയിലപ്പ. ശരവണ, ഇവനിതെവിടെ പോയി? അയ്യോ കടവുളെ, മുറുകാ കാപ്പാത്തക്കെ. കടവുളെ, യോ അങ്കത്താ இருக்கு. നീ എന്താണ് അവിടെ ചെയ്യുന്നത്? എടാ ചോദിച്ചു കേട്ടില്ലേ? എന്താടാ എന്നോട് മിണ്ടരുതെന്ന് എല്ലാവരും കൂടി തീരുമാനമെടുത്തോ? എന്താണ് എല്ലാവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയണമല്ലോ. നിന്റെ നാവിറങ്ങി പോയെങ്കിലേ ഞാനായിട്ടത് പുറത്തെടുത്ത് തരാം. ഇങ്ങോട്ട് പറടാ, നിത്യ നടത്തുന്ന പരിഷ്കാരങ്ങളാണോ ഇതൊക്കെ? അവൾ എല്ലാവരോടും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ? ഓ, അപ്പൊ തീരുമാനത്തിന്റെ പുറകിൽ അവളാണല്ലേ? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ തോപ്പിക്കാനുള്ള ചങ്കൂറ്റ ഇവിടെ ആർക്കാടാ ഉള്ളേ? கடவுளே, பாவம் அந்த நித்யா மேடம். அவர் ஒண்ணுமே சொல்லல. இந்த ராட்சச ஏதாவது பண்ணுமா? അമ്മാവ വീണ കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചുമില്ല. ഇന്നലെ കുടിച്ചതിന്റെയും ശതിച്ചതിന്റെ ഒക്കെ ക്ഷീണം കാണുകയല്ലേ. അതൊക്കെ മാറുമ്പോ വേണ എഴുന്നേറ്റ് വന്ന് കഴിക്കട്ടെ. അവളങ്ങനെ പട്ടിണി കിടന്നാൽ ശരിയാവില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. എടാ, ആ തോന്നൽ അവക്കും കൂടെ വേണ്ടേ? എന്തോ ആവാം, അത്ര തന്നെ.
പക്ഷേ ഇവിടെയല്ല, ലോകത്ത് എവിടെയാണെങ്കിലും വിചിത്രമായ കാര്യമാണെന്നേ പറയാൻ പറ്റൂ. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്യുക, ആ തെറ്റിന്റെ പേരിൽ നമ്മളെ അങ്ങോട്ട് ശിക്ഷിക്കുക. ഇവിടെ ഒന്നും കഴിക്കാനില്ലേ? കഴിക്കാൻ വല്ലതുണ്ടോ? അമ്മാവാ, വേണ്ട, ഞാൻ കൊടുത്തോളാം. ദാ, ഓ, ഇന്നും ദോശയാണോ? എല്ലാ നേരം ഇത് തന്നെയല്ലേ കഴിക്കുന്നേ? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കൂടെ? നിനക്ക് എന്താ വേണ്ടത്? അത് ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ടടാ. അങ്ങനെ ഇഷ്ടത്തിന് പലഹാരം വേണമെങ്കിലേ അടുക്കളക്കറി തനി ഉണ്ടാക്കിക്കോണം. നീ ആരാണടി ഇവിടെ ഒന്ന് കൽപ്പിക്കേ? അമ്മ, ഇവനാണോ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത്? ഇവന് വേണ്ടത് ചോദിച്ചറിഞ്ഞ് നീയല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അച്ഛനൊന്ന് പോകുന്നുണ്ടോ? ഞാനിങ്ങോട്ടാടി പോകേണ്ടത്. ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണോ അത് കഴിച്ചാ മതി. നീ പറമ്പി പണി നടക്കുന്നുണ്ട്, അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഇവൻ ഉണ്ടാക്കുന്നതാണ് ഇതല്ല. അത് നീ കഴിച്ചാ മതി. എന്തേലും ഉണ്ടാക്കി വെച്ചാലേ അത് തിന്നാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വേണ്ട, അവളെ ഓർക്കണ്ട. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ ഓർക്കണം. ഞാനിതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. ഈ ഗർഭധാരണത്തിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളിൽ ചില സ്ത്രീകൾക്ക് ഈ ദേഷ്യവും ടെൻഷനും ഒക്കെ കൂടും. എവിടെയോ വായിച്ചറിഞ്ഞതാ. ഇത് ആ കണക്കിന് അങ്ങ് വിട്ടേക്കാം. വെറുതെ എന്തിനാ ടെൻഷൻ അടിച്ച് എല്ലാവരും കൂടെ ചാവുന്നു? രഘുവേട്ടാ, കഴിക്കാൻ വരുന്നില്ലേ? വരുന്നു. ശരവണ, നീ കഴിക്കുന്നില്ലേ? അമ്മ, ജീവൻ സാർ എന്നോട് ഏതാ വിഷയം എന്നെല്ലാം കേട്ടാച്ച്. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ? இல்ல கடவுள் சத்தியாட்டு நான் ஒண்ணுமே சொல்லல. ஆனா അവർക്ക് കൊച്ച ദേഷ്യം എന്താച്ച്. അവൻ ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കട്ടെ. നല്ല വിശപ്പ്, ഞാൻ കഴിക്കട്ടെ. സുജാതെ, ജീവനെ വിളിക്കണ്ടേ? വേണ്ട, അവൻ ഇനി കൂട്ടത്തിലിരുന്ന് കഴിക്കണ്ട. അമ്മേ, കഴിക്കാനല്ലേ? വിളിച്ചൂടെ? നോക്കുമ്പോളെ, ഒരു തീരുമാനം എടുത്താൽ അത് പാലിക്കണം. അവന്റെ കാര്യത്തിലെന്നല്ല, അത് ആരുടെ കാര്യത്തിലാണെങ്കിലും. മോളിരുന്ന് കഴിക്ക്. ഇനി കഴിക്കും മോളെ. മതി. എന്നാ ഞാനും പിന്നെ കഴിച്ചോളാം അമ്മേ. കൂട്ടത്തിലിരുന്ന് കഴിച്ചാൽ മതി. കഴിക്കാനല്ലേ പറഞ്ഞത്? മോൾ എന്തിനാ എഴുന്നേറ്റത്? ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ?
അത് ശരിയല്ലല്ലോ അമ്മേ. എനിക്ക് പറ്റില്ല. കേട്ടില്ലടാ, ഇന്നലെ ഈ കുടുംബത്തെ മുഴുവൻ നീ നാണം കെടുത്തിയില്ലേ? ഒരാൾ പോലും നിന്നോട് സംസാരിക്കരുതെന്നും നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നും ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് മോള് പറയുന്നത് കേട്ടില്ലേ? ജീവ, ചെയ്ത തെറ്റിന് എല്ലാവരോടും മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞ അമ്മയുടെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാവും. ഇന്നലെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. ഞാൻ എന്താ അങ്ങനെ പെരുമാറാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പറ്റിപ്പോയി. എല്ലാവരും എന്നോട് പൊറുക്കണം. അമ്മേ, നിങ്ങൾ ആരെങ്കിലും എന്നോട് മിണ്ടാതിരുന്നാലോ ഒറ്റപ്പെടുത്തൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല. ക്ഷമിക്കണം അമ്മേ. വീട്ടുകാരോടായാലും ആൾക്കൂട്ടത്തിലായാലും നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒരാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് കടുത്ത തെറ്റ് തന്നെയാണ് മോനെ. ഇനി ഇങ്ങനൊരു കാര്യം സംഭവിച്ചാൽ ഇവിടെ ആരും ക്ഷമിക്കില്ല. മാത്രമല്ല, നിത്യമോളെ വേദനിപ്പിക്കില്ല, കരയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനോട് ഞാനും നിന്റെ അച്ഛനും വാക്കു കൊടുത്തിട്ടുള്ളതാണ്. അതിന് പറ്റിയില്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. കഴിക്കുക. സാർ, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എന്താതിരുന്ന് കഴിക്കണം. ഇല്ല. ഹായ്. നല്ല നേരത്താണല്ലോ ഞാൻ വന്നത്. നീയും കൂടി ഒരു പ്ലേറ്റ് എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്ക്. വേണ്ട ആന്റി, ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചതാ. ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. നെക്സ്റ്റ് വീക്ക് ഞാൻ സിറ്റിയിൽ ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആഹാ, അത് കൊള്ളാലോ. ആണുങ്ങൾക്കുള്ള ബ്യൂട്ടി പാർലർ ആയിരിക്കും അല്ലേ? ആണുങ്ങളോടാണല്ലോ സാറയ്ക്ക് കോണ്ടാക്ട് കൂടുതൽ. ആണുങ്ങൾക്ക് പാർലർ തുടങ്ങിയ എന്താ കുഴപ്പം? അങ്കിളിനെ പോലെ സുന്ദരന്മാരായ ആണുങ്ങൾ അയൽപ്പക്കത്തുള്ളതല്ലേ? ഒട്ടും മോശമായിട്ടില്ലല്ലോ. പിന്നെ ജീവന്റെ കാര്യത്തില് രക്ഷയില്ല. ബ്യൂട്ടി പാർലറിൽ സ്വഭാവം നന്നാക്കാൻ പറ്റില്ലല്ലോ. അല്ല സാറാ, പാർലറിന്റെ പേരെന്താ? വീനസ്. ഗ്രീക്ക് മിത്തോളജിയില് സൗന്ദര്യ ദേവതയുടെ പേരാ. ജ്യോതിക്ക് ഫ്രീ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആണോ? അപ്പൊ പിന്നെ ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടാവും. സുജാതാന്റെ നിത്യം ഇടയ്ക്ക് അങ്ങോട്ട് വരണം കേട്ടോ. സുജാത വരും. നിത്യ സാറ് പ്രതീക്ഷിക്കണ്ട. അതെന്താ നിത്യക്ക് കുഴപ്പം? ഹേയ്, നിത്യമോൾക്ക് അത്ര ശീലങ്ങളൊന്നുമില്ല. അതൊക്കെ ഞാൻ ശീലിപ്പിച്ചോളാം. ആന്റി, എനിക്ക് സിറ്റിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോണം. നിത്യ ഫ്രീ ആണെങ്കിൽ ഞാനൊന്ന് കൂടെ കൂട്ടിക്കോട്ടെ? ഏയ്, അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്ത? നിത്യമോള് ഇവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ. മോളെ സാറ്, നീ കൂട്ടിയിട്ട് പോ. അയ്യോ വേണ്ടമ്മേ. മോളെ,
നമ്മൾ രണ്ട് കുടുംബങ്ങൾ പുറത്തിറങ്ങുന്നത് പോലെയല്ല, രണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത്. സാറ് നല്ല കമ്പനിയല്ലേ, മോള് ചെല്ല്. താങ്ക് യു അങ്കിൾ. നിത്യ, കഴിച്ചു കഴിഞ്ഞിട്ട് റെഡി ആയിക്കോ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം. ഇപ്പൊ തന്നെയോ? പിന്നല്ലാതെ ഞാൻ വെയിറ്റ് ചെയ്യാടോ. നീ പെട്ടെന്ന് കഴിക്കുമോളെ, എന്നിട്ട് പോവാൻ നോക്ക്. നീക്കളെ അതെ, വൈകുന്നേരം ഒരു അമ്പലത്തിൽ പോകാനുണ്ട്. കുറച്ച് ദൂരെയുള്ളൊരു ക്ഷേത്രമാ, അല്പം നേരത്തെ ഇറങ്ങണം. അവിടെ പുതിയതായിട്ട് കല്യാണം കഴിച്ചവരുടെ ചടങ്ങാ. നീയും ഹരിയും അതിൽ പങ്കെടുത്തേ പറ്റൂ. എനിക്ക് പറ്റില്ല. എനിക്ക് ഒരു ദൈവത്തിൽ വിശ്വാസമില്ല. എന്താ നിനക്ക് വിശ്വാസമില്ലാതിരിക്കാനുള്ള കാരണം? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. അത് ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാ. വയറ്റിലൊരു കുഞ്ഞുള്ള നിന്നെ ഹരി ഭാര്യയായിട്ട് സ്വീകരിച്ചില്ലേ, അതും ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാ. ഞാൻ വരുന്നില്ല. പോകുന്നവർക്കൊക്കെ പോവാം. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്നെ വിളിക്കണ്ട. അതാണോ നിന്റെ തീരുമാനം? അതെ. എന്നാ പിന്നെ എന്റെ തീരുമാനം കൂടി നീ കേട്ടോ. ഹരി നിന്നെ ഏറ്റെടുത്തെന്ന് കേട്ടപ്പോ നീ ഉണ്ടാക്കി വെച്ച മാനക്കേടോർത്ത് ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം നീ അവനോട് കാണിക്കുന്ന ഈ ധിക്കാരമുണ്ടല്ലോ, അതെനിക്ക് പൊറക്കാൻ പറ്റുകയില്ല. അവന്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ഞാനിപ്പോ ഒഴിവാക്കി കൊടുത്ത അതായിരിക്കും എന്റെ മോനോട് ഞാൻ ചെയ്യാൻ ഏറ്റവും നല്ല പ്രവൃത്തി. വൈകുന്നേരം അമ്പലത്തിൽ പോവാൻ ഞാനും അവനും റെഡിയാവും. നീ തയ്യാറായിട്ടില്ലെങ്കിൽ എന്റെ മകളായിട്ട് ജീവിക്കാൻ പിന്നെ നിനക്കൊരു അർഹതയില്ല. അതാണ് അതിന്റെ അർത്ഥം. നിനക്ക് വേണ്ട സാധനങ്ങളെടുത്ത് നീ ഇവിടെ ഇറങ്ങിക്കോണം. പിന്നെ ഒരിക്കലും ഒരവസ്ഥയിലും നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. ഇനി നീ പറയുന്ന കെട്ട് എല്ലാം അനുസരിച്ച് തല കുലുക്കാൻ ഇവിടെ ആരുമില്ല. അതെ, ഞാനായിട്ട് ഇവിടുന്ന് തല്ലിയിറക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എപ്പോഴാ നിങ്ങൾ തിരിച്ചു വരുന്നേ? അത് പറയാൻ പറ്റില്ല. പർച്ചേസ് ഒക്കെ കഴിയണ്ടേ? ഞങ്ങള് കുറച്ച് വൈകിയ കുഴപ്പമുണ്ടോ ആന്റി? ഒരു കുഴപ്പമില്ല. നിത്യേ, നീ ശ്രദ്ധിച്ചാ മതി. സാറേ, അമ്മയുടെ കണക്കില് നിത്യേച്ചി ശ്രദ്ധിക്കാന്ന് പറഞ്ഞാലേ കയ്യിൽ പിടിച്ച് കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടു നടക്കണം. കാരണം എന്താ? അമ്മയുടെ മനസ്സിൽ നിത്യേച്ചി ഒരു ചെറിയ കുട്ടിയാ. ആന്റി എങ്ങനെയാ നിത്യയോട് പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റി പേടിക്കണ്ട, നിത്യയെ ഞാൻ കെയർ ചെയ്തോളാം. നിത്യേച്ചി നല്ല സ്റ്റൈലായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. നിത്യം നമ്മളിനി കൂടുതൽ സ്റ്റൈലാക്കല്ലേ ജ്യോതി? എനിക്ക് വേണ്ടി സാറ് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നോളാം. അമ്മേ, പോയിട്ട് വരട്ടെ. അതെ, സാറയ്ക്ക് കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് രണ്ടുപേരും കൂടി വന്നാ മതി, കേട്ടല്ലോ? ഇനിയിപ്പോ രാത്രി ആയാൽ തന്നെ അതിന്റെ പേരിൽ വിഷമിക്കാനൊന്നും നിൽക്കണ്ട. അയ്യോ, രാത്രിയാവോ? ആകുമെന്നല്ല, ഇനിയിപ്പൊ ആയാലോന്ന്.
താൻ വാ നമുക്കിറങ്ങാം. നിത്യ പോവണ്ട.